ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഏലി ഷറാബിയെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് തടവിൽ ഏലി ഷറാബി നേരിട്ട അതിക്രൂരതകൾ ഒരു ഇസ്രായേൽ ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ആ അഭിമുഖം കണ്ടതിന് ശേഷമാണ് ട്രംപ് ഷറാബിയെ വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചത്. കൂടിക്കാഴ്ച ചൊവ്വാഴ്ച നടക്കും. 2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ കിബൂട്സ് ബെറിയിൽ നിന്നാണ് ഹമാസ് ഏലി ഷറാബിയെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. അന്നത്തെ ഭീകരാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് പൗരയായ ഭാര്യയും കൗമാരക്കാരായ 2 പെൺകുട്ടികളും ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഏലി ഷറാബിയോടൊപ്പം ഹമാസ് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സഹോദരൻ യോസി ഷറാബി ഗാസയിൽ ഹമാസ് തടവിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് തടവിലെ തന്റെ അനുഭവങ്ങൾ ഇസ്രായേൽ ചാനലായ കെഷറ്റ് 12 സംപ്രേഷണം ചെയ്തിരുന്നു. 491 ദിവസമാണ് ഏലി ഷറാബി ഹമാസ് തടവിലുണ്ടായിരുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിച്ച ഏലി ഷറാബിയുടെ ശാരീരിക സ്ഥിതി വളരെ മോശമായിരുന്നു. ഹിറ്റ്ലറുടെ നാസി പാളയത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദരെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഏലി ഷറാബിയുടെ അഭിമുഖം കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഷറാബി തിങ്കളാഴ്ച അമേരിക്കയിലേക്ക് പോകും. പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ചൊവ്വാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ചാനൽ അഭിമുഖത്തിൽ ഹമാസ് തടവിലെ കൊടിയ പീഡനത്തിന്റെയും പട്ടിണിയുടെയും ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ട തന്റെ എല്ലാമെല്ലാമായ ഭാര്യയും കുട്ടികളും സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ടത് വേദനയോടെയാണ് ഏലി ഷറാബി ലോകത്തോട് പങ്കുവച്ചത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ച മറ്റു ബന്ദികളുടെ മോചനം എത്രയും വേഗം സാധ്യമാകുന്നതിന് കാരണമാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.